തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിൽ ആരോപണ വിധേയൻ സുഗാന്തിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് വമ്പൻ തിരിച്ചടി. അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണം നൽകാനാകില്ലെന്ന് കോടതി പറഞ്ഞു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കാലിക പ്രസക്തമായ നിരീക്ഷണങ്ങളും ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കേസിനെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കുന്ന വാദങ്ങളാണ് സുഗാന്ത് ഉയർത്തിയത്. ഇതിലെ കള്ളത്തരം കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്നാണ് നിരീക്ഷണങ്ങളിൽ വ്യക്തമാകുന്നത്. സുഗാന്തിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന സന്ദേശമാണ് കോടതിയും നൽകുന്നതെന്ന വിലയിരുത്തൽ സജീവമാണ്. എന്നാൽ IBക്കോ പോലീസിനോ ഇയാളെ കണ്ടെത്താൻ ഒരു താല്പര്യവുമില്ല. കൊച്ചിയിലെ IB ഉദ്യോഗസ്ഥനായ സുഗാന്തിനെതിരെ IB ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ യുവതി കൊല്ലപ്പെടുന്നതിന് തൊട്ടടുത്ത ദിവസം മുതൽ അവധിയിലാണ്. യുവതിയുമായി തീവ്രവും അടുപ്പമേറിയുമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും താൻ ജോലി ചെയ്തിരുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ചായിരുന്നു താമസമെന്നും സുഗാന്ത് ഹർജിയിൽ പറഞ്ഞിരുന്നു. യുവതിയുടെ മാതാപിതാക്കൾ ബന്ധത്തെ എതിർത്തതിനാലാണ് യുവതി ജീവനൊടുക്കിയതെന്ന സുഗാന്തിന്റെ വാദം കോടതി തള്ളുകയും ചെയ്തു. നിങ്ങൾ പറയുന്നു യുവതി നിങ്ങൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നതെന്ന്. പിന്നെന്തിനാണ് അവർ ജീവൻ ഒടുക്കുന്നത്? ഇത് നിങ്ങളുടെ തെറ്റാണ്. എനിക്ക് മനസ്സിലാക്കാനാകും യുവതി അവർക്കൊപ്പമായിരുന്നുവെങ്കിൽ. പക്ഷേ യുവതി നിങ്ങൾക്കൊപ്പമായിരുന്നുവെന്ന് നിങ്ങൾ സമ്മതിച്ചു. ആ പെൺകുട്ടി ജീവൻ ഒടുക്കി. നിങ്ങളാണ് ഉത്തരവാദി.